സമ്പാദ്യം വളരെ ക്ലിയറായിരിക്കണം. ഇന്ന് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയുണ്ടോ? ഞാൻ സമ്പാദിക്കുന്ന സമ്പാദ്യം അത് ഹലാല് മാത്രമായിരിക്കണമെന്ന് വാശിയുള്ള എത്ര പുരുഷന്മാരാണുള്ളത്? കണ്ടു കാണുന്ന ആളുകളിൽ നിന്ന് പൈസ എടുത്ത് ഓടിക്കളയലല്ലേ, എന്നിട്ട് അവസാനം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യലല്ലേ, അതാ മൊബൈൽ നമ്പർ മാറ്റിവെക്കലല്ലേ, സിമ്മങ്ങ് ഊരിക്കളയലല്ലേ? അതൊക്കെ വലിയ മാന്യതയുള്ള പണിയാണോ? അതൊക്കെ വലിയ നല്ല പണിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പോയി കിടക്കാൻ ഒരു ഖബറുണ്ടെന്ന പേടി വേണ്ടേ? എന്തിനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യണത്? സഞ്ചരിക്കാൻ ഒരു കാറുണ്ടെങ്കിൽ ആ ഉള്ള കാറിൽ യാത്ര ചെയ്താ പോരെ. അമിതമായ ആർത്തി കൊണ്ട് ഒക്കെ വലിച്ചിടാണ്. ഖുർആനിന്റെ സന്ദേശങ്ങളൊക്കെ എത്ര പ്രസക്തിയുള്ള സന്ദേശമാണ്. അപ്പൊ ഇതൊക്കെ വലിയ വിഷയമാണ്. അതിൽ നമുക്ക് നല്ലൊരു വാശി വേണം. നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ പോയി കിടക്കാൻ ഖബറിലല്ലേ, ആ ഖബറിൽ പോയി കിടന്നാ പിന്നെ എന്താ ഉണ്ടാവുക? ഒന്നുമില്ല. മൂടുകല്ലങ്ങ് വെച്ചാലുപ്പ പിന്നെ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ എന്ന് രണ്ട് കൈയങ്ങെടുത്ത് ഇങ്ങനെ മണ്ണ് വാരിയിട്ടാൽ പിന്നെ തിരിച്ചു പോകുന്നു എല്ലാരും. ചുരുങ്ങിയത് 1.25 മണിക്കൂർ നമ്മളെ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു ഒട്ടകം അറുത്തിട്ട് ആ ഒട്ടകത്തിന്റെ മാംസം വിതരണം ചെയ്യുന്ന ഒരു സമയം ഫിഖഹിന്റെ പണ്ഡിതന്മാർ കിതാബിൽ പറയുന്നുണ്ട്. ആ സമയം വരെ അവിടെ പോയി നിൽക്കുക ഖബറിന്റെ അടുത്ത്. അതിപ്പോ ഇങ്ങനെ കണക്ക് വെച്ച് നോക്കുമ്പോ 1.25 മണിക്കൂർ അവിടെ നിൽക്കുക. അതിനിപ്പോ ആർക്കാ ഉപ്പാന്റെ ഖബറിന്റെ അടുത്ത് 1.25 മണിക്കൂർ പോയി നിൽക്കാൻ നേരമുള്ള? ഏത് മോനാളുടെ സദസ്സിൽ സ്വന്തം ഉമ്മാന്റെ ഖബറിൽ 1.25 മണിക്കൂർ നിൽക്കാൻ നേരമില്ല. വീട്ടിൽ വന്നിട്ട് ഉമ്മാനെ ഇങ്ങനെ ഓർത്തിട്ട് കരയാ. ചുരുങ്ങിയത് ഒരു 1.25 മണിക്കൂർ ഉപ്പാന്റെയും ഉമ്മാന്റെയും ഖബറിൽ നിന്ന് ചെലവഴിക്കാൻ സമയം കണ്ടെത്തണം മക്കൾ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അതൊന്നും ഇല്ലല്ലോ, ഒക്കെ കഴിഞ്ഞു. ഉമ്മ ഖബറിലായി, ഉപ്പയും ഖബറിലെ, മക്കളൊക്കെ തിരിഞ്ഞു വന്നു. എല്ലാരും വന്നില്ലേ? മടങ്ങി വന്നു. പിന്നെ ഖബറിൽ കൂടെ ഉള്ളത് എന്താ? ജീവിതകാലത്ത് ഞാനും നിങ്ങളും ചെയ്തു വെച്ച കർമ്മങ്ങളാണ്, വേറെയൊന്നുമില്ല. ആ ഖബറിൽ പോയി കിടക്കാനുണ്ടെന്ന ബോധം വേണം. നല്ലത് മാത്രം ചെയ്യണം. ഖബറിൽ വേദനിക്കുന്ന പ്രവർത്തനം ചെയ്തു പോകരുത്. ഖബറിൽ സങ്കടപ്പെടേണ്ടുന്നൊരവസ്ഥ വരരുത്. സമ്പാദ്യം ക്ലിയറാക്കണം.